നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും അബ്രഹാമിന്റെ സന്തതിയായ മശീഹ, ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 25ഉം 26ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിപ്പിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. ഇവിടെ പത്രോസ് ഇത് പറയാൻ കാരണം, അബ്രഹാമിനോട് ഭയങ്കര ബഹുമാനമായിരുന്നു യഹൂദന്മാർക്ക്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുവാൻ അവർക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. കാരണം അവർ വിചാരിച്ചിരുന്നത് മരിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ അടുത്തേക്കാണ് ആളുകൾ പോകുന്നത്, ആത്മാക്കൾ പോകുന്നത് എന്നാണ്. അബ്രഹാമിനോട് ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ കൂടെ. അതുപോലെ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി അബ്രഹാമിന് പരിച്ഛേദന നിയമം കൊടുത്തു. ആ നിയമം യഹൂദന്മാര് സകല പുരുഷ പ്രജയും 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുകയാണ്. ആ പരിച്ഛേദനയിലൊക്കെ അടിസ്ഥാനത്തിലാണ് അവര് അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്, അതുകൊണ്ട് അബ്രഹാമിന്റെ അനുഗ്രഹം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും, യഹൂദന്മാർക്കുണ്ടാകും എന്നവര് ഈ അടയാളത്തിന്റെ, ഈ പരിച്ഛേദനയുടെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അബ്രഹാമിനോട് ദൈവം വേറൊരു കാര്യം പറഞ്ഞിരുന്നു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി മൂലം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, യഹൂദന്മാർ മാത്രമല്ല അല്ലാത്തവരും. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഗലാത്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്, അല്ല, സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന ഏകനെ കുറിച്ചാണ്. ദൈവം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, നിന്റെ സന്തതികൾ മൂലം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, നിന്റെ സന്തതി മൂലം, ഒരാൾ മൂലം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ സന്തതി ക്രിസ്തു ആണെന്നാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്. അബ്രഹാമിന്റെ വംശത്തിൽ ആണല്ലോ യേശു ജനിക്കുന്നത്. അപ്പോ അബ്രഹാമിന്റെ വംശത്തിൽ ഒരു കുഞ്ഞ് ജനിക്കും, അവൻ മൂലം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. പക്ഷേ അങ്ങനെ യഹൂദരല്ലാത്ത ആളുകൾക്കൊരു അനുഗ്രഹമുണ്ടാകും, അവർ ദൈവരാജ്യത്തിന്റെ അവകാശികളാകും എന്നൊരു വിദൂരമായ ചിന്ത പോലും യഹൂദന്മാർക്കില്ലായിരുന്നു. കാരണം സ്വർഗം അബ്രഹാമിന്റെ മക്കൾക്കാണ്, യഹൂദന്മാർക്കാണ് ദൈവരാജ്യം. ഇതാണ് അവരുടെ തലയിലുണ്ടായിരുന്നത്, അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രജാതികളായ യഹൂദരല്ലാത്ത ആളുകളെ വെറും നായ്ക്കളെ പോലെയാണ് അവർ കണക്കാക്കുന്നത്. പ്രജാതി നായ്ക്കൾ എന്നാണ് അവർ വിളിച്ചിരുന്നത്. കാരണം അവർക്ക് പ്രമാണമില്ല, അവർ ശപിക്കപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം ഒരു കാലത്തും അവർക്ക് യഹൂദന്മാർ വിചാരിച്ചിരുന്നത്. അബ്രഹാം ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്നതിൽ അവർ ഊറ്റം കൊള്ളുന്നു. പക്ഷേ കർത്താവ് പറയുകയാണ്, യേശു പറയുകയാണ്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരുന്നു, നിന്റെ സന്തതി മൂലം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഈ അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ച, അങ്ങനെയുള്ള മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ വംശത്തിൽ പിറന്ന, ദാവീദിന്റെ വംശത്തിൽ പിറന്ന യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അബ്രഹാമിന്റെ വംശത്തിൽ പിറക്കാനിടയായ കർത്താവായ യേശുക്രിസ്തു മൂലം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായതിനാൽ മനുഷ്യവർഗത്തിന്, യഹൂദന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും രക്ഷ ഒരുക്കപ്പെടാനിടയായതിനാൽ അത് വിശ്വസിക്കുന്ന സകല ആർക്കും അനുഗ്രഹം ഉണ്ടാവുന്ന
യോഹന്നാൻ സ്നാപകൻ എന്താ വിളിച്ചു പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വാസ്തവത്തിൽ അവര് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് അറിഞ്ഞുകൂടാ. ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും രക്ഷയെന്നുള്ളത് യഹൂദന്മാരുടെ ചിന്തയിലോ സ്വപ്നത്തിലോ ഇല്ല. യഹൂദന്മാർക്ക് തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാകും, സ്വർഗം ഉണ്ടാകും, അതവർക്കറിയാം. പക്ഷെ യോഹന്നാൻ പറഞ്ഞത് ഇതാ യേശു ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യഹൂദന്റെ മാത്രമല്ല, യഹൂദരല്ലാത്തവരുടെയും. അപ്പോ യേശു വിളിച്ചു പറഞ്ഞു, അതാണ് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്ക വന്ന് കുടിക്കട്ടെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ആ കാര്യം, 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ള കാര്യം ഇവിടെ പത്രോസ് ഇവരോട് പറയുകയാണ്. അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ച യേശു മൂലം ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും ദൈവം അനുഗ്രഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തി ജീവിക്കുന്ന യേശു ജീവനുള്ള ദൈവമാണ്, രക്ഷിതാവാണ്. ആ യേശുവിനെ കൈക്കൊണ്ടാൽ നിങ്ങളുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു തരും, നിങ്ങളെ ദൈവമക്കളാക്കും. നിങ്ങൾ അറിയായ്മ കൊണ്ടാണ് യേശുവിനെ കൊന്നത്, അറിയായ്മ കൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ യേശുവിലേക്ക് വന്നാൽ ദൈവം എല്ലാം ക്ഷമിക്കും എന്നുള്ള ആ സുവിശേഷമാണ് പത്രോസ് ഈ ദേവാലയത്തിൻ്റെ മുറ്റത്ത് സലോമോന്റെ മണ്ഡപത്തിൽ തടിച്ചുകൂടിയ ആളുകളോട് പറയുവാൻ ഇടയായത്. വാസ്തവത്തിൽ അതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായി. പത്രോസും യോഹന്നാനും അങ്ങോട്ട് ചെന്നത് ആരുടെങ്കിലും സുവിശേഷം പറയാൻ പറ്റുമെങ്കിൽ പറയാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അത്ഭുതകരമായിട്ട് ഒരു മുടന്തന്, ജന്മനാ മുടന്തന് സൗഖ്യമുണ്ടാകുകയും അതിനാൽ ആളുകൾ ഓടിക്കൂടുകയും അവരോടെല്ലാം സുവിശേഷം പറയാൻ ഇടയാകുകയും ചെയ്തു എന്നുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങിച്ചെല്ലാനിടയായാൽ, പോകുവീനെന്നാണല്ലോ യേശു പറഞ്ഞത്, നമ്മൾ പോകാനിടയായാൽ തീർച്ചയായിട്ടും നമുക്ക് കർത്താവ് വാതിലുകൾ തുറന്നു തരും. തീർച്ചയായിട്ടും അത് അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി തീരും. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകും.